ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എൻ്റെ ശരിക്ക് കൂടിയാണ്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തീരുമാനം വരുന്നതിൻ്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ കക്ഷിക്കാരും, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ആകെ തകരാറുമാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോൾ അതിൻ്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്ന് സമസ്തക്ക് വിധേയനാകണം. നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരം ചില പ്രതിസന്ധികളൊക്കെ വന്ന് അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയ സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വന്നപ്പോഴും ഉലമാവും ഉമറാവും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ നേരിട്ടു എന്നുള്ളതാണ് സമസ്തയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തും ഉലമാക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ രൂപീകരണം 1934-35 വർഷത്തിൽ കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ S1 ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. S1. അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും ഒന്നാമത്തെ അഹ്ലുസുന്നൽ ജമാഅത്തിൻ്റെ സംഘടനയായിക്കൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുമെന്ന് അന്ന് തന്നെ മഹാന്മാർ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ മഹാന്മാരുടെ കൈവശം കൊണ്ട് എഴുതിയ രജിസ്റ്ററിൽ അധികാരികൾക്ക് 1-ാം നമ്പർ തരാനുള്ള ഒരവസ്ഥ ഉണ്ടായി. പിന്നെ അപ്പം അതിന് ഒന്നിൽ നിന്ന് പലതാക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ പരാജയപ്പെട്ടു പോയി. ഇവിടെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര വലിയ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എതിരായി വന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് PMS പൂക്കോഴത്തങ്ങൾ കോഴിക്കോട് വെച്ചു പറഞ്ഞു, ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട. അതിനോടുകൂടെ അഖില നാമാവശേഷമായി. അവർക്ക് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ആളുകളുണ്ടായിരുന്നു, വലിയ മഹാപണ്ഡിതന്മാരുടെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്നത് മാത്രമാണ്. നമ്മളിൽ നിന്നൊരു വിഭാഗം വേറിട്ട് പോയി. 1989 അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ എതിരിൽ നടത്തുന്ന സുന്നി ജനസംഘത്തിൻ്റെ എറണാകുളം സമ്മേളനത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനും പങ്കെടുക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ബഹുമാനപ്പെട്ട സാദാത്തുക്കളും ഉലമാക്കന്മാരൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംരക്ഷിച്ചു പോന്നു. ഞങ്ങളൊക്കെ SKSFിൻ്റെ രൂപീകരണത്തിന് വേണ്ടി പ്രിയപ്പെട്ട അമീദ് ഫൈസി അടക്കമുള്ള ആൾക്കാർ അടികൂടിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ അടികൂടിയ സന്ദർഭത്തിൽ ഞങ്ങളൊപ്പം നിന്ന് അടിക്കാൻ വേണ്ടി നിന്നത് നമുക്കറിയാം, നമ്മുടെ പ്രവർത്തകന്മാരായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരായിരുന്നു. കരുവാരകുണ്ടിൽ നിന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കരുവാരകുണ്ടിൽ നിന്ന് ഇത്തരം പ്രവർത്തകന്മാരെ ആട്ടിയോടിച്ച് കൂറ്റമ്പാറ ദാരിമിയെ അടക്കം തന്നെ അടിച്ചോടിച്ചത് നമ്മുടെ പ്രവർത്തകരായ ഉലമാക്കളും മാന്മാരുമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉലമാവ് ഉമറാവ് ഒന്നിച്ച് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ശക്തി പകരേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും ഉലമാ ഉമറാവ് പാണക്കാട് കുടുംബവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഒന്നും നീങ്ങാൻ പാടില്ല.
അക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എൻ്റെ ശരിക്ക് കൂടിയാണ്. അക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തീരുമാനം വരുന്നതിൻ്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ കക്ഷിക്കാരും, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ആകെ തകരാറുമാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോൾ അതിൻ്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്ന് സമസ്തക്ക് വിധേയനാകണം. ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഏത് നല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ കേരളത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തൻ്റെ തീരുമാനത്തിന് വിധേയ ആൾക്കാർക്കും ഇനിയും തിരിച്ചു വരാം. അങ്ങനെ എത്രയോ തിരിച്ചു വന്ന ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ മാനസികമായുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഈ പറഞ്ഞ പേര് സമസ്തന്റെ പേരിലുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ ഈ കള്ളന്മാർ പിടിച്ചു കൊണ്ടുപോയി, പണക്കാട്ട തങ്ങന്മാരടക്കം പിടിച്ചോണ്ട് കൊണ്ടുപോയി. ഞാൻ മക്കത്തെന്ന് പറഞ്ഞുകൊണ്ട് മുക്കത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മക്കത്തെന്ന് പറഞ്ഞ് ഞാൻ സമസ്തക്കെതിരെ വഫി ഒരു നിലപാട് കൊള്ളാണ് ഞാൻ അതിൻ്റെ തലപ്പത്തുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ മുക്കത്ത് ആ തങ്ങളെത്തിയേക്കുന്ന മുക്കത്തെന്തായി അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അതിന് മൊത്തം സമസ്തൻ്റെ ഇരുന്ന് കട്ടെടുത്തിട്ട് ഖാദി ഫൗണ്ടേഷൻ്റെ വകാക്കി. ആരൊക്കെയാണ് ഈ സെൻസിലുള്ളത്, അല്ല ഈ വഫിയിലുള്ളത്? വഹാബികളുണ്ട്, മൗദൂദികളുണ്ട്, തബ്ലീഗികളുണ്ട്, ഖാദിയാനികളുണ്ട്. പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാതെ പഠിക്കണം, കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ അതിലുള്ള കയറ്റൂല, ആണും പെണ്ണും കലർന്നിരിക്കണം. അതാണ് അതിൻ്റെ നേതാവിൻ്റെ പരിപാടി. നേതാവ് പറയുകയാണ് ആണും പെണ്ണും കലർന്നിരിക്കണം. ആണും പെണ്ണും കലർന്ന ഇസ്ലാമിൻ്റെ വിധി എന്താണ് പറയുണ്ടല്ലോ ഈ കുഞ്ഞാലിയെ? ആണും പെണ്ണും കലർന്നിരിക്കണം എന്നാരെ പറഞ്ഞത്? ആദർശേരി ഹംക്ക് പറഞ്ഞത്. ആദർശേരി ഹംക്ക് കാക്ക പറയാണ് ആണും പെണ്ണും ഇരുന്ന് കണ്ടാണ് പഠിക്കേണ്ടത്. അത് ഏത് ഇസ്ലാമിൻ്റെ നിയമത്തിലുള്ളത് എന്ന് പറഞ്ഞു കാട്ട്. പാണക്കാട് തങ്ങന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒപ്പം ഇരിക്കുക, പക്ഷെ ഇസ്ലാമിന് പറ്റൂല, ദീനിൽ പറ്റൂല. ആദർശേരി ഹംക്ക് കാക്കാക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആണും പെണ്ണും ഒപ്പം ഇരുത്താ, ഉള്ള പെണ്ണുങ്ങളൊപ്പം വേണമെങ്കിൽ കൂട്ടിപ്പിടിക്കുക, കിടന്നുറങ്ങും ചെയ്യുക. പക്ഷെ അത് ദീനിനെതിരാണ്. ഇതിൻ്റെ കുഞ്ഞാലി അത് മനസ്സിലാക്കണം. സമസ്ത എന്തിനുണ്ടാക്കിയതാണ്? സമസ്ത സുന്നത്ത് ജമാഅത്ത് വളർത്താൻ ഉണ്ടാക്കിയതാണ്. പാണക്കാട് ഇപ്പോഴത്തെ തങ്ങന്മാരോ അത് വഹാബിസവും മൗദൂദിസവും വളർത്താൻ നടക്കുന്നവരാണ്. ആദർശേരി ഹംക്കിൻ്റെ മക്കളെവിടെ പഠിച്ചത്? അവരുടെ ആദർശം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആദർശമാണ്.